ഡേ 4 ചലഞ്ചിൽ സെൻറ്റൻസസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. 3 സെൻറ്റൻസസ് ഉണ്ടായിരുന്നു. ആദ്യത്തെ സെൻറ്റൻസ് നോക്കാം. മീ ആൻഡ് മൈ ബ്രദർ വെൻറ്റ് ടു ദ മാർക്കറ്റ്. ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്ത പ്രോനൗൺസിൻ്റെ പൊസിഷനാണ്. എപ്പോഴും നമ്മുടെ കൂടെയുള്ള ആളെ ഫസ്റ്റ് പ്ലേസ് ചെയ്യുന്നതാണ് ഒരു പൊളൈറ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ കരുതുന്നത്. മലയാളത്തിൽ ഇറ്റ് ഡസൻ വർക്ക് ലൈക്ക് ദാറ്റ്. മലയാളത്തിൽ നമ്മൾ എപ്പോഴും നമ്മളെയാണ് ആദ്യമേ പ്ലേസ് ചെയ്തിട്ട് നമ്മൾ സംസാരിക്കാറ്. ഫോർ എക്സാമ്പിൾ, ഞാനും എൻ്റെ അമ്മയും, ഞാനും എൻ്റെ അച്ഛനും, ഞാനും എൻ്റെ അമ്മൂമ്മയും, ഞാനും എൻ്റെ ചേട്ടനും, ഞാനും എൻ്റെ അനിയത്തിയും, ഈ രീതിയിലാണ്. പക്ഷെ ഞാനെന്ന് പറയുന്ന ഇതിന് ആദ്യമേ പ്ലേസ് ചെയ്തിട്ട് പിന്നെ കൂടുതൽ ആളെ നമ്മൾ പറയത്തുള്ളൂ. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഇംഗ്ലീഷിൽ കൂടുതലുള്ള ആൾ ആദ്യമേ പറഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മളെ പ്ലേസ് ചെയ്യുന്നത്. അതാണ് പൊളൈറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇംഗ്ലീഷിൽ. ആൻഡ് ഓൾസോ മീ എന്നല്ല പറയേണ്ടത്, മീ ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഒരു സെൻറ്റൻസിൻ്റെ അവസാനം വരേണ്ട കാര്യമാണ്. ഐ എന്ന് തന്നെ പറയും. അപ്പോൾ എങ്ങനെ വരും സെൻറ്റൻസ്? മൈ ബ്രദർ ആൻഡ് ഐ. മൈ ബ്രദർ ആൻഡ് മീ പറയരുത്. മീ എന്ന് പറയുമ്പോൾ നമ്മൾ സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന കാര്യമല്ല, ഒരു സെൻറ്റൻസിൻ്റെ അവസാനം ഒബ്ജക്റ്റ് ആയിട്ട് വരുന്ന കാര്യമാണ്. മൈ ബ്രദർ ആൻഡ് ഐ വെൻറ്റ് ടു ദ മാർക്കറ്റ് എന്നേ വരുള്ളൂ. അടുത്ത രണ്ടാമത്തത് ഭയങ്കര കോമൺ ആയിട്ടുള്ളൊരു മിസ്റ്റേക്കാണ്. പലപ്പോഴും പലരും സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ കേട്ടിട്ടുള്ളതാണ് മൈസെൽഫ് രാഹുൽ, മൈസെൽഫ് സേറ എന്നൊക്കെ പറയും അല്ലേ. ഒരിക്കലും മൈസെൽഫ് തുടക്കത്തിൽ പ്ലേസ് ചെയ്യരുത്. അതൊരു റിഫ്ലെക്സീവ് പ്രോനൗൺ ആണ്. ഐ ആം സേറ എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ആം രാഹുൽ എന്ന് പറയാം. ഒരിക്കലും മൈസെൽഫ് വെച്ചിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യരുത്. റിഫ്ലെക്സീവ് പ്രോനൗൺ ആണ്. റിഫ്ലെക്സീവ് പ്രോനൗൺ എന്താണെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇപ്പം ഐയുടെ റിഫ്ലെക്സീവ് പ്രോനൗൺ എന്ന് പറയുന്നത് മൈസെൽഫ് ആണ്. ഷീയുടെ റിഫ്ലെക്സീവ് പ്രോനൗൺ എന്ന് പറയുന്നത് ഹെർ സെൽഫ് ആണ്. ഹീയുടേത് ഹിംസെൽഫ്, വീടത് അവർ സെൽസ് എന്നൊക്കെ പറയും. ഡേയുടേത് ദം സെൽസ്, ഇറ്റിൻ്റെ ഇറ്റ് സെൽഫ്, യുവിൻ്റെ യുവർ സെൽഫ്. സോ നെക്സ്റ്റ് ടൈം വെൻ യു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്, മൈ സെൽഫ് സേറ എന്നോ അങ്ങനൊന്നും പറയരുത്. ഐ ആം സേറ അല്ലെങ്കിൽ മൈ നെയിം ഇസ് സേറ, ഈ രീതിയിൽ പറയാവുള്ളൂ. ആൻഡ് ഡോണ്ട് മേക്ക് ദിസ് എറർ എഗെയിൻ. മൂന്നാമത്തെ സെൻറ്റൻസ് ഹിംസെൽഫ് വെൻറ്റ് ടു ദ പ്രിൻസിപ്പൽസ് ഓഫീസ് ആണ്. ഇതിലെ എറർ എന്ന് പറയുന്നത് ഹിംസെൽഫാണ്. ഒരിക്കലും ഒരു സെൻറ്റൻസ് ഹിംസെൽഫ് വെച്ചിട്ട് തുടങ്ങാൻ പാടില്ല. ദാറ്റ്സ് റോങ്. ഹിംസെൽഫ് എന്ന് പറയുന്നത് ഒരു റിഫ്ലെക്സീവ് പ്രോനൗൺ ആണ്. എന്തിൻ്റെ? ഹി എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ റിഫ്ലെക്സീവ് പ്രോനൗൺ. സബ്ജക്റ്റ് വെച്ചിട്ട് വേണം ഒരു സെൻറ്റൻസ് തുടങ്ങാനായിട്ട്. അപ്പോൾ എങ്ങനെ വരും ആ സെൻറ്റൻസ്? ഹി വെൻറ്റ് ടു ദ പ്രിൻസിപ്പൽസ് ഓഫീസ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ അടുത്ത എററുമായിട്ട് കാണാം. ടിൽ ദെൻ